ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കന്നിയിലെ ആയില്യം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇന്ന് വെള്ളരി ഇടുന്നത്, ഞങ്ങളുടെ നാട്ടിൽ മാത്രമല്ല ഇന്ന് പല ഭാഗങ്ങളിലും ഇന്നാണ് വെള്ളരി ഇടുന്നത്. ചിലവിടയ്ക്ക് 100 പാല് നൽകുക എന്നും പറയാറുണ്ട്. ഇത് ഞങ്ങളുടെ നാത്താന്മാരുടെ അമ്പലം. ഇന്നും പഴമയിൽ തന്നെയാണ് ഇവരെ ഞങ്ങൾ സംരക്ഷിക്കുന്നത്. ചുറ്റും വലിയ മരങ്ങളൊക്കെ തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാണുന്നതൊക്കെയാണ് ഞങ്ങളുടെ പ്രദേശം, അതായത് ഞങ്ങളുടെ തറവാടെന്ന് പറയുന്നത്. ഈ കാണുന്ന മരം നിങ്ങളൊന്ന് നോട്ട് ചെയ്യൂ, പറഞ്ഞുതരാം. ഇതിൻ്റെ ഐതിഹ്യം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് ഞങ്ങളുടെ മുതുമുത്തശ്ശന്മാരുടെ കാലത്ത് ഈ കാണുന്ന തറവാട്ടിൽ ഒരു അടുപ്പുണ്ടായിരുന്നു. ആ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുപ്പിലാണത്രേ ആദ്യമായിട്ട് ഇവർ പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ അന്ന് അവിടെയുള്ള ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. യൂഷ്വലി എന്താ വിചാരിച്ചത്, ചിതൽപ്പുറ്റാണെന്നാണ് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ചാരം കോരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് പൊട്ടി വരുമായിരുന്നു. ഒരു തവണ അങ്ങനെ കണ്ടു, ഓക്കെ ശരി എന്ന് പറഞ്ഞു. രണ്ടാമത്തെ തവണയും അങ്ങനെ കണ്ടപ്പോൾ ഇവർക്ക് വീണ്ടും വീണ്ടും കാണാൻ തുടങ്ങിയപ്പോൾ സംശയം കാരണം അവരെ ഒരു ജ്യോത്സ്യപ്രവചനം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജ്യോത്സ്യപ്രവചന പ്രകാരം ഇത് നാഗത്തന്മാരാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫലമായി അവർ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, അടുപ്പിൽ വരാതെ നല്ലൊരു ഭാഗങ്ങളിലേക്ക് അവർ വന്നോട്ടെ, ഞങ്ങൾ പൂജിച്ചോളാമെന്നും പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് തറവാട്ടിലുണ്ടായിരുന്ന കാരണവന്മാർ പ്രാർത്ഥിച്ചു, നിങ്ങൾ നല്ലൊരു ഭാഗത്ത് വരൂ, ഞങ്ങൾ നിങ്ങളെ പൂജിച്ചോളാം, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ തന്ന് ആരാധിച്ചോളാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച ആ ഒരു നിമിഷം, സെക്കൻഡ് മുതൽ തന്നെ ആ വീടിൻ്റെ ചുമരോട് ചേർന്നുകൊണ്ട് പുറ്റു സ്വയംഭൂ പൊങ്ങി എന്നാണ് വിശ്വാസം. ഇതെല്ലാം കാരണവന്മാർ, അതായത് ഞങ്ങളുടെയൊക്കെ ആൾക്കാർ പറഞ്ഞൊരു അറിവാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം. അന്ന് മുതൽ നിങ്ങൾ നേരത്തെ കണ്ടില്ലേ ഒരു മരം, അതാണ് അവിടുത്തെ മൂലസ്ഥാനം. അതുവരെ ഉണ്ടായിരുന്നു, അവിടെയാണ് മൂലസ്ഥാനം ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം പ്രശ്നം വെച്ച് അവർക്ക് വീണ്ടും ഞങ്ങളൊരു സ്ഥലത്തേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചു എന്ന് മാത്രമാണ് ചെയ്തത്. അതാണ് ഇന്ന് കാണുന്ന ഈ ഒരു അമ്പലം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് അതിൻ്റെ കന്നിയിൽ ആയില്യം ആയതുകൊണ്ട് അതിൻ്റെ തിരക്കുകളിലാണ് നടക്കുന്നത്. പൂജാരി വന്നു കഴിഞ്ഞു. ആൾ വരുന്നതിന് മുൻപ് തന്നെ പൂജയ്ക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്ന തുളസിയും കാര്യങ്ങളും, തുളസി, പൂക്കൾ, ഇളനീര്, നല്ല ശുദ്ധമായ വെള്ളം, പാല് തുടങ്ങിയ എല്ലാം തന്നെ, അരിപ്പൊടി തുടങ്ങിയ മഞ്ഞൾ തുടങ്ങിയ എല്ലാം തന്നെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആൾ വന്ന വഴിക്ക് പിന്നീട് എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തോ കളം എന്തോ വരയ്ക്കുകയാണ് ആൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു പൂജാരി തന്നെയാണ് കർമ്മത്തിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾ പൂജാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇതിനിടയിൽ ഒത്തിരി, അതായത് പണ്ടെന്ന് പറഞ്ഞ സമയത്തൊക്കെ ഞങ്ങളുടെ തറവാട്ടിലുള്ള ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എല്ലാവരും ഓരോരോ നാട്ടിലും ആയിപ്പോയി. പിന്നെ എല്ലാവർക്കും സമയക്കുറവൊക്കെ കാരണം ഒത്തിരി ആൾക്കാരൊന്നും വന്നിട്ടില്ല, കുറച്ച് പേരൊക്കെ തന്നെ വന്നിട്ടുള്ളൂ. ഞങ്ങളുടെ തറവാട്ടിൽ പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ടോട്ടൽ 3 നാഗങ്ങളാണ് ഞങ്ങളുടെ തറവാട്ടിൽ ഉള്ളത്. ഇപ്പോൾ 2 ചിത്രകൂടക്കല്ല് നിങ്ങൾ കാണുള്ളൂ, പക്ഷേ 3 നാഗങ്ങളാണ് തുള്ളൽ നടക്കുമ്പോൾ തുള്ളി വരാറുള്ളത്. ആദ്യത്തേതെന്ന് പറയുന്നത് മണിനാഗവും, രണ്ടാമത്തേത് കരിനാഗം, പിന്നെ 3 അഞ്ജനമണിനാഗം. അങ്ങനെ 3 നാഗങ്ങളാണ് ഉള്ളത്. പക്ഷേ ഇവിടെ 2 ചിത്രകൂടക്കല്ലേ കാണുള്ളൂ. ഇത് പൂർവികമായിട്ടുള്ളതാണ് ഈ 2 ചിത്രകൂടക്കല്ല്. അതൊന്ന് കരിനാഗത്തിൻ്റെയും ഒന്ന് മണിനാഗത്തിൻ്റെയും ആണ്. പിന്നെ അഞ്ജനമണിനാഗത്തിൻ്റേതായിട്ട് വെച്ചിട്ടില്ല. അതിൻ്റേതായിട്ടുള്ള അതൊക്കെ നോക്കണേ ഉള്ളൂ. എന്നിട്ട് വേണം അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വെക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് ഏകദേശം കളം ഓൾമോസ്റ്റ് തീർത്തിരിക്കുകയാണ്. അതിൽ അരിപ്പൊടി കൊണ്ടാണ് കളം വരച്ചത്. അതിനുശേഷം മഞ്ഞൾ കൊണ്ട് അതിന് സൈഡിൽ അതിന് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. ഒത്തിരി ദൂരത്ത് നിന്ന് വരാൻ പറ്റാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. അതായത് ഫാമിലിയിൽ ഒരുപാട് പേര് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഇതൊക്കെ വലിയ ഉത്സവം പോലെ കൊണ്ടു നടന്നതായിരുന്നു ഞങ്ങൾ. പിന്നീട് ഇപ്പോൾ കാലക്രമേണ ഓരോരുത്തരും ഓരോ ദിക്കിലൊക്കെ ആയതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കുറച്ച് വിഷമങ്ങളുണ്ട്. എൻ്റെ ഒരു ചെറുപ്പകാലത്തൊക്കെ ഒത്തിരി ആൾക്കാരായിട്ടും നല്ല സന്തോഷത്തോടുകൂടി ഫാമിലിയൊക്കെ ഉണ്ടായിട്ടാണ് ഞങ്ങളിതൊക്കെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഫാമിലിയിൽ വളരെയധികം കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു. ബാക്കിയുള്ള പരിപാടികൾ ഇനി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മാത്രമല്ല, ഇതിനു മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ ഇതിൽ തറവാട്ടിൽ തുള്ളൽ നടന്നപ്പോൾ ഒരു ചെറിയ കുട്ടി സ്റ്റോറി കൂടി ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ്, ഇപ്പോൾ ഓരോരുത്തരുടെ ഓരോ വിശ്വാസങ്ങളാണ്. ഇപ്പോൾ ചിലർ വിശ്വസിക്കുന്നവരുണ്ടാവാം, ചിലരില്ലാത്തവരുണ്ടാവാം. അതൊക്കെ ഓരോരുത്തരുടെ വ്യൂ പോയിൻറ്റിലാണ്. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നും കാരണം ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതും ആരാധിക്കുന്ന എല്ലാ ദൈവങ്ങളെയും വിശ്വസിക്കുന്നുണ്ടില്ല എന്നല്ല, പക്ഷേ ഉടനടി വിളിച്ചാൽ വിളിപ്പുറത്ത് എത്തും എന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് നാത്താന്മാരെയാണ്. കാരണം അതിന് എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്.
അങ്ങനെ സർപ്പങ്ങളെയൊക്കെ വെള്ളം ഒഴിച്ച് ശുദ്ധീകരിക്കുകയാണ്. ആദ്യം സർപ്പത്തെ കുളിപ്പിച്ചു, അതിനുശേഷം ചിത്രകൂടക്കല്ലും നന്നായിട്ട് വെള്ളമൊഴിച്ച് ശുദ്ധി വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പരിപാടികളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും വിശ്വസിക്കാനുള്ള കാരണം എന്ന് പറയുന്നതിൽ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, ഞാൻ നേരിട്ട് കണ്ട അനുഭവമാണ്. അതായത് എനിക്ക് ഉണ്ടായൊരു അനുഭവമാണ് ഞാൻ പറയുന്നത്. പണ്ട് ഞങ്ങളുടെ തറവാട്ടിൽ തുള്ളൽ നടക്കുന്ന സമയത്ത്, ഞാൻ ഏകദേശം എനിക്ക് ഓർമ്മയാണ് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. എല്ലാ സമയത്തും ഞങ്ങൾ നേരത്തെ കഴിയുന്നതാണ്. ഒരു ഏകദേശം ഏപ്രിൽ മെയ്യോട് കൂടിയിട്ട് ഞങ്ങളെപ്പോഴും തുള്ളൽ നടത്താറുണ്ടായിരുന്നു. പക്ഷേ ആ വർഷം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ മഴ സമയത്തായിരുന്നു തുള്ളൽ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് മഴ നല്ലതായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു കളം വരച്ച് തുള്ളൽ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെല്ലുവിളി ഉണ്ടായിരുന്നതായിരുന്നു. കാരണം ചളികൾ വരാനും വെള്ളം ഒഴുകിപ്പോകാനും ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് തൽക്കാലം തൊട്ടടുത്ത എന്താ പറയുക കുട്ടീസിൻ്റെ വീടുണ്ട്. അപ്പോൾ എന്നാൽ അവിടെ വെച്ച് നമുക്ക് തുള്ളൽ കഴിക്കാം. ഇന്നിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ കഴിക്കാം എന്നതുകൊണ്ട് തന്നെ അവിടെയാണ് ഞങ്ങൾ കളം വരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ രാത്രിയായി, ഞങ്ങൾ കളം വരച്ചു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിനുശേഷം കൊട്ടി വിളിച്ചു തുടങ്ങിയിരുന്നു. അതായത് സർപ്പം തുള്ളി വരാനുള്ള കൊട്ടിവിളി നടത്തിയിട്ടുണ്ടായിരുന്നു. പുള്ളുവന്മാർ വന്ന് പാട്ട് പാടാനും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എത്ര കൊട്ടി വിളിച്ചിട്ടും ഒരാളുടെ മേലിൽ പോലും സർപ്പം തുള്ളി വരുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് തവണ പുള്ളുവന്മാർ എങ്ങനെ നോക്കിയിട്ടും ഗണഞ്ഞ് ശ്രമിച്ചിട്ടും ആരുടെ മേത്തും സർപ്പം തുള്ളി വരുന്നില്ല. അങ്ങനെ ആയിരുന്നപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ പുള്ളുവൻ പറഞ്ഞു, ശരി, ഒരു കാര്യം ചെയ്യൂ, കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ചേർന്ന് താലെടുത്ത് നമ്മുടെ സർപ്പക്കളത്തെ വലം വെച്ച് പോയി എവിടെയാണ് നമ്മുടെ സർപ്പക്കാവിൽ പോയി തിരിവെച്ച് വിളക്ക് വെച്ചു അവിടെ ഈ താലം വെച്ച് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോരൂ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. എല്ലാവരും താലം എടുത്തു. തറവാട്ടിലെ എല്ലാവരും തന്നെ, എല്ലാ ആളുകളും തന്നെ താലമൊക്കെ പിടിച്ച് നമ്മുടെ സർപ്പക്കളത്തിന് ചുറ്റും വലം പ്രദക്ഷിണം വെക്കാൻ തുടങ്ങിയിരുന്നു. ഞാൻ ആ സമയത്ത് കന്യകയായിരുന്നു. അതുകൊണ്ട് തന്നെ മുന്നിൽ ഞാനായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് വിളക്ക് പിടിക്കാനായിട്ട് ഫ്രണ്ടിൽ വിളക്ക് പിടിക്കാൻ ഒരു ആൾ നിന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ട് ബാക്കിൽ ഞാനായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് നോക്കി ആ സമയം തൊട്ടിട്ട് മഴ നന്നായി പെയ്യുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ള എല്ലാ ആളുകളുടെയും വിളക്കിലും തിരി അണഞ്ഞു കഴിഞ്ഞിരുന്നു. മുന്നിൽ വിളക്കുമായിട്ട് പിടിച്ച് നടന്ന ആളുടെ വിളക്ക് അടക്കം കെട്ട് കഴിഞ്ഞിരുന്നു. പക്ഷേ എന്താണ് അവിടെ ഒരു സംഭവിച്ചതറിയില്ല. ഞാൻ മുന്നിൽ നിൽക്കുന്നത്, എൻ്റെ കയ്യിൽ ദീപം മാത്രം അണയാണ്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ആ താലം എടുത്ത് അത്രയും മഴയത്ത് പോലും ആ ഒരു തിരി അണഞ്ഞില്ല എന്ന് പറയുന്നത് ആ സമയത്ത് ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, എനിക്കത് അത്ഭുതമായിരുന്നു. അതോടൊപ്പം തന്നെ വിശ്വാസമാണ് ഉണ്ട് എന്നുള്ളത് ഞാൻ അന്നാണ് അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ താലം എടുത്ത് ഞങ്ങൾ സർപ്പക്കാവിൽ കൊണ്ടുവച്ചു. അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. നല്ല ഇരുട്ടുമാണ്, അതും പറയണം, നല്ല മഴ, ഇരുട്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് തിരിച്ച് ഞങ്ങൾ സർപ്പക്കളത്തിൻ്റെ അവിടെ എത്തി. പിന്നെ അതിനിടെ വീണ്ടും കൊട്ടി വിളിച്ചു. അതിനുശേഷം വരണില്ല. അപ്പോഴാണ് ഞങ്ങൾ കാണുന്നത് ഒരു കുഞ്ഞ് സർപ്പം പുള്ളന്മാരുടെ ചുറ്റിലും കളത്തിലേക്ക് വരുന്നത്. ആ ഒരു സെക്കൻഡിൽ അങ്ങനെ എന്താ പറയുക ഞങ്ങൾക്കറിയില്ല. ആ നിമിഷം പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം അല്ല, അതിനെ നമ്മൾ കാണുമ്പോൾ നമുക്കുണ്ടായിരുന്ന അനുഭവം ഒരു മേലാകെ കോരിത്തരിക്കുന്ന ഒരു എഫക്റ്റായിരുന്നു. കാരണം ഒരുപാട് ആളുകളൊന്നും തന്നെ അത് കണ്ടിട്ടില്ല. കുറച്ച് ആളുകൾ എന്തോ ആണ് കണ്ടിരിക്കുന്നത്. ആ ഒരു സെക്കൻഡ് വ്യത്യാസത്തിൽ ആ സർപ്പം വന്നു, കളത്തിലേക്ക് വന്നു. ആ വിത്തിൻ ദ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കാണാനില്ല. ആ ഒരു സമയമാണ് കണ്ടുള്ളൂ. എങ്ങനെയാണത് വിശ്വസിക്കുമോ എന്നറിയില്ല. പക്ഷേ എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് പുള്ളന്മാർ പറഞ്ഞു, നിങ്ങൾക്ക് ഇനി കാണണം എന്നുണ്ടെങ്കിൽ സർപ്പക്കാവ് തന്നെ പോകണമെന്ന്. പക്ഷെ രാത്രിയാണ്, നമ്മളെ വിചാരിച്ച പോലെ അങ്ങോട്ട് പോയി കാണുക എന്ന് പറഞ്ഞാൽ വളരെയധികം പേടിയുള്ളതുമായിരുന്നു. പിന്നീട് വീണ്ടും കൊട്ടി വിളിച്ചതിന് ശേഷമാണ് സർപ്പം തുള്ളി വരുന്നത്. ഇത് എൻ്റെ അനുഭവമാണ് കേട്ടോ. ഇത് ഞാൻ കണ്ണിൽ കണ്ടൊരു അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് അതുവരെ വിശ്വാസമായിരുന്നു. പക്ഷെ ആ മൊമെൻ്റ് തൊട്ടിട്ട് പിന്നീട് അങ്ങോട്ട് എൻ്റെ ജീവിതത്തിലൊരു ഭാഗമായിരുന്നു ഇവരെന്ന് പറയുന്നത്. ഇതാണ് എനിക്കുണ്ടായ ഒരു അനുഭവം. അതിനുശേഷം നമുക്ക് പൂജയിലേക്കൊക്കെ വരാം. നമ്മൾ നേരത്തെ പറഞ്ഞ ചുറ്റോടക്കല്ലൊക്കെ കഴുകി, പിന്നെ അതിനുശേഷം പൂജാരി പൂജകളും കാര്യങ്ങളും, പിന്നെ നൂറും പാലും ഒഴിച്ച് മഞ്ഞളൊക്കെ ഒഴിച്ച് നമ്മുടെ നാത്താന്മാരെ കളഭത്തിൽ മുഴുവൻ ആറാടിച്ച് കഴിഞ്ഞിരുന്നു.
പിന്നെ അതിന് വേണ്ടി ബാക്കിയുള്ള പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ചെയ്തത്. അതിൻ്റെ ഇടയിൽ തന്നെ ബാക്കി കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളുടെ പേരിലും അർച്ചനകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പേരും നാളും പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള അർച്ചനകളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ദിവസമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത് കന്നിയിലായില്യം, അതേപോലെ തന്നെ തറവാട്ടിലെ സർപ്പം തൊഴിൽ നടക്കുന്ന സമയം, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ദിവസങ്ങളാണ്. അതുമാത്രമല്ല ഞാൻ ഏറ്റവും കൂടുതൽ ഈഗലി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൊമെൻ്റ് കൂടിയായിരിക്കും. കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ് ഇതൊക്കെ കാണാനും അതിൽ പങ്കുകൊള്ളാനും അവർക്ക് വേണ്ടി എന്ത് ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ കഴിയുന്നത് ഞാൻ എപ്പോഴും ചെയ്യാറുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ശേഷം ധൂമമൊക്കെ കാണിക്കുകയാണ്, നമ്മുടെ കർപ്പൂരമൊക്കെ കാണിക്കുകയാണ് ഭഗവാനെ. നോക്കൂ, നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയിൽ നമ്മുടെ നാഥാന്മാരെ ആ മഞ്ഞളിലൊക്കെ ആറാടിച്ചിട്ടുണ്ട്. പിന്നെ പൂജകളും മന്ത്രങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരു ഭയങ്കര എന്താ പറയുക, ഒരു ഡിവോഷണൽ മൊമെൻ്റാണ്. ചുറ്റും എന്തെന്നില്ലാത്തൊരു പോസിറ്റിവിറ്റി ആ സമയത്ത് നമുക്ക് എവിടെന്നോ ഒന്ന് അനുഭവപ്പെടുമായിരുന്നു. അതിനുശേഷം നമ്മുടെ കർപ്പൂരം തന്നു, നമുക്ക് തൊട്ട് തൊഴുകാൻ വേണ്ടിയിട്ട് കർപ്പൂരമൊക്കെ തന്നു. അതിനുശേഷം കുറച്ച് അരിയൊക്കെ എന്താ പറയുക ചിത്രകൂടക്കല്ലിലും സർപ്പങ്ങളുടെ നെറുകിലൊക്കെ ഇട്ട് കൊടുത്തു. അതിനുശേഷം ബാക്കി വന്ന സാധനങ്ങളൊക്കെ തിരിച്ച് പൂജാരി തറവാട്ടുകാരനവർക്ക് കൊടുക്കുകയാണ്. ഫൈനലി നമ്മുടെ നാത്താന്മാരൊക്കെ അടിപൊളിയായിട്ട് പൂജകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണിപ്പോൾ ഞങ്ങളുടെ നാത്താന്മാർ. അവർക്ക് വേണ്ട എല്ലാം തന്നെ ഇന്ന് അടിപൊളിയായി കൊടുത്തു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.